ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മോത്തുപെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ശുശ്രൂഷയാണിത്. നമുക്കൊരുമിച്ച് വേദപുസ്തകം വായിക്കാം. ഇന്ന് ദിവസം 26. ഇന്നത്തെ വായന ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകം 26-ാമത്തെ അധ്യായം. തിരുനിവാസത്തെ പിരിച്ച പഞ്ഞുനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ 10 മൂടുശീല കൊണ്ട് തീർക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം. ഓരോ മൂടുശീലയ്ക്ക് 28 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും, ഇങ്ങനെ മൂടുശീലയ്ക്കെല്ലാം ഒരു അളവ് ആയിരിക്കണം. 5 മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. മറ്റേ 5 മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ നീലനൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. ഒരു മൂടുശീലയിൽ 50 കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയിലുള്ള മൂടുശീലയുടെ വിളുമ്പിലും 50 കണ്ണി ഉണ്ടാക്കണം. കണ്ണി നേർക്കുനേരെ ആയിരിക്കണം. പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കണം. തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇണക്കണം. തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടു രോമം കൊണ്ട് മൂടുശീല ഉണ്ടാക്കണം. 11 മൂടുശീല വേണം. ഓരോ മൂടുശീലയ്ക്ക് 30 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 40 മുഴം വീതിയും, ഇങ്ങനെ മൂടുശീല 11നും ഒരു അളവ് ആയിരിക്കണം. 5 മൂടുശീല ഒന്നായും 6 മൂടുശീല ഒന്നായും ഇണച്ച് 6-ാമത്തെ മൂടുശീല കൂടാരത്തിൻ്റെ മുൻവശത്ത് മടക്കിയിടണം. ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും രണ്ടാമത്തെ വിരിയിലെ മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കണം. താമ്രം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം ഇണച്ചുകൊള്ളണം. മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചമായി കവിഞ്ഞു കിടക്കുന്ന പാതി മൂടുശീല തിരുനിവാസത്തിൻ്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം. മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്ത് 1 മുഴവും അപ്പുറത്ത് 1 മുഴവും, ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിൻ്റെ 2 പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം. ചുവപ്പിച്ച ആട്ടുംകൊറ്റൻ തോൽ കൊണ്ട് മൂടുവിരിക്ക് ഒരു പുറമൂടിയും അതിൻ്റെ മീതെ തകശു തോൽ കൊണ്ട് ഒരു പുറമൂടിയും ഉണ്ടാക്കണം. തിരുനിവാസത്തിന് ഖദിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. ഓരോ പലകയ്ക്കും 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിൻ്റെ പലകയ്ക്ക് ഒക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കണം. തെക്ക് വശത്തേക്ക് 20 പലക, 20 പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് 40 ചുവട്. ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, ഇങ്ങനെ 20 പലകയുടെയും അടിയിൽ വെള്ളി കൊണ്ട് 40 ചുവട് ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്ക് വശത്തേക്ക് 20 പലകയും ഒരു പലകയുടെ താഴെ 2 ചുവട്, മറ്റൊരു പലകയുടെ താഴെ 2 ചുവട്, ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചുവടും ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് 6 പലക ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ 2 വശത്തുമുള്ള മൂലയ്ക്ക് ഈ 2 പലക ഉണ്ടാക്കണം. ഇവ താഴെ ഇരട്ടിയായിരിക്കണം. മേലറ്റത്തോ 1-ാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം. 2നും അങ്ങനെ തന്നെ വേണം. അവ 2 മൂലയ്ക്കും ഇരിക്കണം. ഇങ്ങനെ 8 പലകയും അവയുടെ വെള്ളിച്ചുവട്, ഒരു പലകയുടെ അടിയിൽ 2 ചുവട്, മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവട്, ഇങ്ങനെ 16 വെള്ളിച്ചുവടും വേണം. ഖദിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ ഒരു ഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിൻ്റെ മറുഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് 5 അന്താഴം,
നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം. പലക പൊന്നുകൊണ്ട് പൊതിയുകയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും വേണം. അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം. അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തേണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കിരൂബുകളുള്ളതായി അതിനെ ഉണ്ടാക്കണം. പൊന്ന് പൊതിഞ്ഞതും പൊൻ കൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുചെന്ന് വയ്ക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന്മീതെ കൃപാസനം വയ്ക്കണം. തിരശ്ശീലയുടെ പുറമെ മേശയും മേശയ്ക്കെതിരെ തിരുനിവാസത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിലവിളക്കും വയ്ക്കണം. മേശ വടക്ക് ഭാഗത്ത് വയ്ക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിൻ്റെ വാതിലിന് ഉണ്ടാക്കണം. മറശ്ശീലയ്ക്ക് ഖദിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ട് ആയിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് 5 ചുവടും വാർപ്പിക്കണം. പുറപ്പാട് പുസ്തകം 27-ാമത്തെ അധ്യായം. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവും ആയിരിക്കണം. അതിൻ്റെ 4 കോണിലും കൊമ്പ് ഉണ്ടാക്കണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീക്കലശങ്ങളും ഉണ്ടാക്കണം. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കണം. അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കണം. ജാലത്തിന്മേൽ 4 കോണിലും 4 താമ്രവളയം ഉണ്ടാക്കണം. ജാലം യാഗപീഠത്തിൻ്റെ പകുതിയോളം എത്തും വണ്ണം താഴെ യാഗപീഠത്തിൻ്റെ ചുറ്റുപടിക്ക് കീഴായി വയ്ക്കണം. യാഗപീഠത്തിന് ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. തണ്ടുകൾ വളയങ്ങളിൽ ഇടണം. യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ 2 ഭാഗത്തും ഉണ്ടായിരിക്കണം. പലക കൊണ്ട് പൊള്ളയായി അത് ഉണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രകാരം തന്നെ അത് ഉണ്ടാക്കണം. തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം. തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞുനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രാകാരത്തിൻ്റെ വീതിക്ക് 50 മുഴം നീളത്തിൽ മറശ്ശീലയും അതിന് 10 തൂണും അവയ്ക്ക് 10 ചുവടും വേണം. കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിൻ്റെ വീതി 50 മുഴം ആയിരിക്കണം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. മറ്റേ ഭാഗത്തേക്കും 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴ നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം. അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവട് താമ്രം കൊണ്ടും ആയിരിക്കണം. പ്രാകാരത്തിന് 400 മുഴം നീളവും എല്ലായിടവും 50 മുഴം
വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. അത് പിരിച്ച പഞ്ഞി നൂൽ കൊണ്ടും ചുവട് താമ്രം കൊണ്ടും ആയിരിക്കണം. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിൻ്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ട് ആയിരിക്കണം. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം. സമാഗമന കൂടാരത്തിൻ്റെ സാക്ഷ്യത്തിന് മുമ്പിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത് അഹരോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വയ്ക്കണം. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. പുറപ്പാട് 28 അധ്യായം. നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹരോനെയും അഹരോൻ്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, ഏലയാസർ, ഈഥാമാർ എന്നിവരെയും തന്നെ. നിന്റെ സഹോദരനായ അഹരോനു വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിന്റെ സഹോദരനായ അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനും അവൻ്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ എടുക്കണം. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. അതിൻ്റെ 2 അറ്റത്തോട് ചേർന്നതായി 2 ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് അതിൽ നിന്ന് തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ആയിരിക്കണം. അതുകൂടാതെ 2 ഗോമേദകക്കല്ല് എടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തേണം. അവരുടെ പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം. രത്നശില്പിയുടെ പണിയായി മുദ്ര കൊത്തുപോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തേണം. അവ പൊൻതടങ്ങളിൽ പതിക്കണം. കല്ല് 2 ഏഫോദിൻ്റെ ചുമൽ കണ്ടങ്ങളിൽ മേൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വയ്ക്കണം. അഹരോൻ യഹോവയുടെ മുമ്പാകെ അവരുടെ പേർ ഓർമ്മയ്ക്കായി തൻ്റെ 2 ചുമലിന്മേലും വഹിക്കണം. പൊന്നുകൊണ്ട് തടങ്ങൾ ഉണ്ടാക്കണം. തങ്കം കൊണ്ട് ചരടുപോലെ മുറിച്ച് കുത്തുപണിയായി 2 സരപ്പളിയും ഉണ്ടാക്കണം. മുറിച്ച് കുത്തുപണിയായ സരപ്പളി തടങ്ങളിൽ ചേർക്കണം. ന്യായവിധി പതക്കം ചിത്രപ്പണിയായിട്ട് ഉണ്ടാക്കണം. അത് ഏഫോദിൻ്റെ പണിക്കൊത്തതായി പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ഉണ്ടാക്കണം. അത് സമചതുരവും ഇരട്ടയും 1 ചാൺ നീളമുള്ളതും 1 ചാൺ വീതിയുള്ളതും ആയിരിക്കണം. അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരക്തം, മരതകം എന്നിവ 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈദൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം. അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം. ഈ കല്ല് ഇസ്രായേൽ മക്കളുടെ പേരോടുകൂടെ അവരുടെ പേർ പോലെ 12 ആയിരിക്കണം. 12 ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരിക്കണം. പതക്കത്തിന് ചരട് പോലെ മുറിച്ച് കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളി ഉണ്ടാക്കണം. പതക്കത്തിന് പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ 2 അറ്റത്തും വട്ടക്കണ്ണി വയ്ക്കണം. പൊന്നുകൊണ്ട് മുറിച്ച് കുത്തുപണിയായ സരപ്പളി 2 പതക്കത്തിൻ്റെ അറ്റങ്ങളിലുള്ള വട്ടക്കണ്ണി
രണ്ടിലും കൊളുത്തേണം. മുറിച്ച് കുത്തുപണിയായ 2 സരപ്പളിയുടെ മറ്റേ അറ്റം രണ്ടും 2 തടത്തിൽ കൊളുത്തി ഏഫോദിൻ്റെ ചുമൽ കണ്ടങ്ങളിൽ അതിൻ്റെ മുൻഭാഗത്ത് വയ്ക്കണം. പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ മറ്റേ 2 അറ്റത്തും ഏഫോദിൻ്റെ കീഴറ്റത്തിന് നേരെ അതിൻ്റെ വിളിമ്പിൽ അകത്തായി വയ്ക്കണം. പൊന്നുകൊണ്ട് വേറെ 2 വട്ടക്കണ്ണി ഉണ്ടാക്കി ഏഫോദിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ 2 ചുമൽ കണ്ടത്തിന്മേൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെ ഏഫോദിൻ്റെ നടുക്കെട്ടിന് മേലായി വയ്ക്കണം. പതക്കം ഏഫോദിൻ്റെ നടുക്കെട്ടിന് മേലായിരിക്കേണ്ടതിനും ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും അതിൻ്റെ വട്ടക്കണ്ണികളാൽ ഏഫോദിൻ്റെ വട്ടക്കണ്ണികളോട് നീല നാട കൊണ്ട് കെട്ടണം. അങ്ങനെ അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേരെപ്പോഴും യഹോവയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ന്യായവിധി പതക്കത്തിനകത്ത് ഊറീമും തുമ്മീമും അഥവാ വെളിപ്പാടും സത്യവും വയ്ക്കണം. അഹ്റോൻ യഹോവയുടെ സന്നിധാനത്തിങ്കൽ കടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം. അഹ്റോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ഏഫോദിൻ്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. അതിന് നടുവിൽ തല കടപ്പാൻ ഒരു ദ്വാരം വേണം. ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം. അത് കീറിപ്പോകാതിരിപ്പാൻ കവചത്തിൻ്റെ ദ്വാരം പോലെ അതിന് ഉണ്ടായിരിക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിൻ്റെ വിളിമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം ഇങ്ങനെ വേണം. ശുശ്രൂഷ ചെയ്യുകയിൽ അഹ്റോൻ അത് ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിൻ്റെ ശബ്ദം കേൾക്കണം. തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്ര കൊത്തായി കൊത്തേണം. അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീല ചരടുകൊണ്ട് കെട്ടേണം. അത് മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹ്റോൻ വഹിക്കേണ്ടതിന് അത് അഹ്റോൻ്റെ നെറ്റിയിലിരിക്കണം. യഹോവയുടെ മുമ്പാകെ അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അത് എപ്പോഴും അവൻ്റെ നെറ്റിയിൽ ഇരിക്കണം. പഞ്ഞുനൂൽ കൊണ്ട് ഉള്ളങ്കിയും വിചിത്രപ്പണിയായി നെയ്യണം. പഞ്ഞുനൂൽ കൊണ്ട് മുടിയും ഉണ്ടാക്കണം. നടുക്കെട്ടും ചിത്രത്തയ്യൽ പണിയായിട്ട് ഉണ്ടാക്കണം. അഹ്റോന്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം. അവ നിന്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. അത് അര തുടങ്ങി തുടവരെ എത്തേണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്ന് മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം. അവനും അവൻ്റെ സന്തതിക്കും അത് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. ഇവിടെ ഇന്നത്തേക്കുള്ള വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഈ വായിച്ചു കേട്ട തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെ ഇവരെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.